മുഹറം മാസമാണല്ലോ ഹിജ്റ ചെയ്തു വന്ന നമ്മുടെ ഇസ്ലാമിക പാരമ്പര്യമായ നമ്മുടെ ന്യൂ ഇയർ പുതുവത്സരം ഏതെങ്കിലും ഒരു മുസ്ലിം ആഘോഷിച്ചോ? ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഓർമ്മയുണ്ടായോ? എടാ, ഇത് നമ്മുടെ പുതുവത്സരമാണ്, ഇത് നമ്മുടെ ആഘോഷമാണ്. അള്ള ഇഷ്ടപ്പെട്ട ദീനാണ്, അള്ള ഇഷ്ടപ്പെട്ട മാസാണ്, അള്ള ആദരിച്ച മാസാണ്. മുൻഗാമികളായ ഒരുപാട് പേരുടെ വലിയ വലിയ അത്ഭുത സംഭവങ്ങൾ നടന്ന ദിവസങ്ങളാണ്, ദിനരാത്രങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ആദരിക്കണം, ബഹുമാനിക്കണം, മനസ്സിലാക്കണമെന്ന് മുസ്ലിം സമുദായത്തിന് ആർക്കെങ്കിലും ഹാപ്പി ന്യൂ ഇയർ എന്ന ഒരു വാക്ക് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ മാസത്തിൽ നമുക്കത് ആർക്കെങ്കിലും ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ മനസ്സിലില്ല. കാരണം എന്താ? നമ്മളൊക്കെ ജൂതന്മാരെ പിൻപറ്റിപ്പോയി. നമുക്ക് 2025 ആകുമ്പോഴേ ന്യൂ ഇയർ ആവുള്ളൂ. ഹിജ്റ വർഷം നമുക്ക് ന്യൂ ഇയർ ആയിട്ട് അനുഭവപ്പെടൂല. നമ്മുടെ ബർത്ത്ഡേ ആ ഇംഗ്ലീഷ് കണക്കനുസരിച്ചായിരിക്കും നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ബർത്ത്ഡേയുടെ കണക്ക് നമ്മൾ ഹിജ്റ വർഷം വെച്ച് നമ്മൾ നോക്കാറില്ല. ആഘോഷിക്കാനല്ല ഈ പറയുന്നത്. ആ കണക്ക് വയസ്സ് നമ്മൾ നോക്കുന്നതും ഇംഗ്ലീഷ് കണക്കാണ്. വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അതിന്റെ ആണ്ട് ആഘോഷിക്കുന്നതും ഇംഗ്ലീഷ് കണക്കാണ്. അല്ല, വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചത് ഹിജ്റ വർഷം വെച്ച് നമ്മൾ നോക്കാറില്ല. ഇസ്ലാമിനെ അപേക്ഷിച്ചിടത്തോളം, മുസ്ലിമിനെ അപേക്ഷിച്ചിടത്തോളം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹിജ്റ കലണ്ടർ പ്രകാരമായിരിക്കണം. അവന്റെ സക്കാത്ത് കൊടുക്കുന്നത് പോലും ഹിജ്റ കലണ്ടർ പ്രകാരമായിരിക്കണം. അല്ല, ഡിസംബർ മാസത്തിൽ 25-ാം തീയതിയാണ് ഞാൻ സക്കാത്ത് കൊടുക്കുന്നത്. അല്ല, അവൻ മനസ്സിലാക്കേണ്ടത് റമളാനിലാകണം, അല്ലെങ്കിൽ ഷവ്വാലിലാകണം, അല്ലെങ്കിൽ ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറമിലായിരിക്കണം. ആ ഹിജ്റ കലണ്ടർ പ്രകാരമായിരിക്കണം അവന്റെ എല്ലാ കർമ്മങ്ങളും, ഇസ്ലാമിന്റെ കർമ്മങ്ങൾ. നിയമം അങ്ങനെയാണ്. പക്ഷെ വലിയ വിലയുണ്ടോ നമ്മുടെ മുന്നിൽ? വലിയ വിലയുണ്ടോ? ആരെങ്കിലും ന്യൂ ഇയർ ആണെന്ന് പറഞ്ഞ് ഹിജ്റ വർഷം 1446 മുഹറം 1 നമ്മൾ എന്താഘോഷിച്ചു? നമ്മുടെ ആഘോഷം പൂത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലും ചെണ്ടമേളം കൊട്ടിക്കലും അല്ല. ഒരു നോമ്പ് പിടിച്ച് റബ്ബേ അൽഹംദുലില്ലാ, പടച്ചവനെ ഇത്ര വർഷം നീ ജീവിക്കാൻ ഒരു തൗഫീക്ക് തന്നു, എൻ്റെ ഇത്ര വയസ്സ് നഷ്ടപ്പെട്ടു പോയി, ഇനി വരുന്ന ഒരു വർഷം ഈ മുഹറം 1446 നിന്റെ പൊരുത്തത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാഗ്യം തരണമെന്ന് 2 റക്അത്ത് അള്ളാന്റെ മുന്നിൽ നിസ്കരിച്ചിട്ട് ചോദിക്കാൻ. അങ്ങനെ ഒരു ആഘോഷം, അങ്ങനെ ഒരു ന്യൂ ഇയർ, അങ്ങനെ ഒരു പുതുവത്സരത്തെ സ്വീകരിക്കാൻ ഞാനടക്കം തയ്യാറായോ? ഇല്ല. എന്നാൽ 2024 ഡിസംബർ 31 രാവിലെ മുതലേ തുടങ്ങും. പാതിരാത്രി 12 മണി 25 വരുമ്പോൾ ആഘോഷിക്കാൻ വേണ്ടി. അത് ജൂത നസ്രാണികളുടെ ആഘോഷമാണ്, നമ്മുടെ ആഘോഷമല്ലാതെ. പക്ഷെ നമ്മളും അതിൽ ഭാഗവാക്കായി പോയി. എന്തുകൊണ്ട്? വാപ്പായും മോനും ഈമാനികപരമായ ബന്ധമില്ല, നഷ്ടപ്പെട്ടു പോയി. വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം നിഫാക്കിന്റെയും കുഫ്രിയത്തിന്റെയും ജൂതനസ്രാണിസത്തിലേക്കും ആയിപ്പോയത് കൊണ്ട് അവരുടെ എല്ലാ കർമ്മങ്ങളും അവരെ പോലെ തന്നെയായി. അതാണ് അവസ്ഥ. അല്ല, വാപ്പ മോനെ ഹിജ്റിയായി, മുഹറം മാസ, രാവിലെ എഴുന്നേറ്റ് സുബഹിസ്കരിക്കുക, അല്ലെങ്കിൽ തഹജ്ജുദ്സ്കരിക്കുക, രാവിലെ എഴുന്നേക്ക്, നമ്മുടെ മാസമായത് മുഹറം. അല്ല ഇഷ്ടപ്പെട്ട 4 മാസത്തിലൊരു മാസമാണ് മുഹറം. മക്കളെ ആര് ഓർമ്മിപ്പിച്ചു? ഏത് വാപ്പ ഓർമ്മിപ്പിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തു. ആരും നോമ്പെടുത്തു? അതാണ് നമ്മൾ ദീനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കണം. അല്ലാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.